ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, ദൂരദർശൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ കുഞ്ഞികൃഷ്ണൻ സാർ, ITITയുടെ ഡയറക്ടർ ശ്രീ PV മുരുകൻ, വേദിയിലുള്ള മറ്റു ബഹുമാന്യരെ, പ്രിയപ്പെട്ട മാധ്യമ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, 1.5 മണിക്കൂറോളം വൈകിയ ഈ ചടങ്ങിൽ ഞാനൊരു സ്വാഗത പ്രസംഗം ദീർഘിപ്പിച്ചു പോകുന്നത് ഒട്ടും ശരിയല്ല. കൃത്യസമയത്ത് തന്നെ എത്തിയ കുഞ്ഞികൃഷ്ണൻ സാറിനോടും ഇവിടെ എത്തിയ മാധ്യമ വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമെല്ലാം ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ എന്റെ വർത്തമാനം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 7.5 വർഷക്കാലം തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയായും പ്രസിഡന്റായും പ്രവർത്തിച്ച ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ GR അനിൽ മന്ത്രിയായ കഴിഞ്ഞ 4 വർഷത്തിലധികം നിരവധി പരിപാടികളിൽ അദ്ദേഹത്തെ പ്രസ് ക്ലബിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു മിനിറ്റ് അദ്ദേഹം വൈകിയിട്ടില്ല. വളരെ കൃത്യമായി കൃത്യസമയത്തെത്തുകയും തലേ ദിവസം വിളിച്ച് പറയുന്ന പരിപാടികളിൽ പോലും കൃത്യമായി എത്തുകയും ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ മന്ത്രി തികച്ചും അവിചാരിതമായി സംഭവിച്ചു പോയ ചില പരിപാടികൾ കാരണമാണ് വൈകിയത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച, ഏറ്റവും ആദ്യത്തെ മാധ്യമ വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ 2-3 തലമുറയിലെ മാധ്യമ പ്രവർത്തകർ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങി മികച്ച നിലയിൽ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമപ്രവർത്തകരായുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിനെ സംബന്ധിച്ച് പ്രഗത്ഭമതികളായ നിരവധി ആളുകൾ ഇതിന്റെ ഡയറക്ടർമാരായി പ്രവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ ശ്രീ PV മുരുകനാണ് ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി വളരെ സ്തുത്യർഹമായ നിലയിൽ ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഏതാണ്ട് 60 വർഷത്തോട് അടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെയും അരനൂറ്റാണ്ടിലേറെ പിന്നിട്ട ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മികച്ച പ്രവർത്തനങ്ങൾക്കിടയിൽ ഇന്ന് നമ്മൾ ഈ റെഗുലർ 57ാമത് ബാച്ചിന്റെയും കണ്ടൻസ്ഡ് ജേർണലിസം ഈവനിംഗ് 21ാം ബാച്ചിന്റെയും ബിരുദ സമർപ്പണ ചടങ്ങ് നടത്തുകയാണ്. റാങ്ക് ലഭിച്ചവർക്കുള്ള മെമന്റോകളും അവാർഡുകളും എല്ലാം ഇതോടൊപ്പം നൽകും. അതുപോലെ തന്നെ പ്രസ് ക്ലബ് വിദ്യാർത്ഥികൾക്കുള്ള EA ഫെർണാണ്ടസ് അവാർഡും ഇന്ന് നൽകും. ഈ ചടങ്ങിന്റെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ 1 വർഷക്കാലം ഏറ്റവും മികച്ച നിലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പ്രസ് ക്ലബിനുള്ള IPCMA പുരസ്കാരം തിരുവനന്തപുരം പ്രസ് ക്ലബിന് ലഭിച്ച വർഷമാണ്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള അവാർഡ് ലഭിച്ചു. പ്രതിധ്വനി കലാ സാംസ്കാരിക സംഘടനയുടെ കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസ് ക്ലബിനുള്ള പുരസ്കാരവും നമുക്ക് ലഭിച്ച വർഷമാണിത്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് PR പ്രവീണിനെ എല്ലാവർക്കും വേണ്ടി സ്നേഹത്തോടെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ ചടങ്ങിന്റെ ഉദ്ഘാടകനും നമുക്കെല്ലാം പ്രിയങ്കരനുമായ ആദരണീയനായ മന്ത്രി അഡ്വക്കേറ്റ് GR അനിലിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ദൂരദർശൻ കേന്ദ്രത്തിന്റെ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ കുഞ്ഞികൃഷ്ണൻ സാറ് നമ്മുടെ എല്ലാം ഗുരുനാഥനാണ്. അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള മാധ്യമ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും മാധ്യമ പ്രവർത്തകരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡന്റ് ശ്രീ PR പ്രവീൺ സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ,
ശ്രീ ജിയാനിൽ വൈകിയത് അദ്ദേഹം ഷെഡ്യൂള് എന്നെ കാണിച്ചു തരികയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഷെഡ്യൂളിൽ ഒരു മണി എന്നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് അദ്ദേഹം. അതുകൊണ്ടാണ് പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനായി ക്യാബിനറ്റ് കഴിഞ്ഞ ഉടനെ പോവുകയും ചെയ്തത്. എന്തായാലും വൈകിയതിന് തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ എന്ന നിലയിൽ ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട്, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു നിമിഷം കൂടിയാണ്. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രസ് ക്ലബ്ബ് ഭരിച്ചിരുന്ന ഞങ്ങളുടെ ഭരണസമിതി, ആ ഭരണസമിതിയുടെ അവസാനത്തെ പരിപാടിയാണ്. അങ്ങനെ കൂടിയുണ്ട്. നാളെ പുതിയ ഭരണസമിതി ചുമതലയേൽക്കുകയാണ്. ആ പുതിയ ഭരണസമിതിയുടെ ഭാഗമായി ഞാനുണ്ടെങ്കിലും പ്രസ് ക്ലബിനെ ദീർഘകാലമായി നയിച്ച രാധാകൃഷ്ണനും ഹണിയും അടക്കമുള്ള ആളുകൾ ഈ ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരികമായ നിമിഷം കൂടിയായി മാറുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 57ാമത്തെ ബാച്ചിന്റെ ബിരുദ സമർപ്പണ ചടങ്ങാണ് നടക്കുന്നത്. കണ്ടൻസറി ജേർണലിസം ബാച്ചിന്റെ 21ാമത് ടീമും ആണ് പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. മാധ്യമ പഠന മേഖലയിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ്. കാരണം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെടുത്ത് നോക്കിയാൽ തന്നെ ധാരാളം മാധ്യമ പഠന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ താലൂക്ക് അടിസ്ഥാനത്തിലൊക്കെ മാധ്യമ പഠന സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലും തിരുവനന്തപുരം പ്രസ് ക്ലബിന് അവിടുത്തെ മാധ്യമ പഠനത്തെ അത്രമേൽ മൂല്യവത്തായി കാണുന്നവരുണ്ട് എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തൽ കഴിഞ്ഞ ബാച്ചിലും ഉണ്ടായിരുന്നു, ഈ ബാച്ചിലും ഉണ്ട്. ഈ പുതിയ 58ാമത്തെ ബാച്ചിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്കുള്ള വലിയ സന്തോഷം കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളവർ ആ ബാച്ചിലുണ്ട് എന്നുള്ളതാണ്. കുറെ കാലത്തിന് ശേഷമാണ് ഈ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ വന്നത്. നമുക്ക് പല ഘട്ടങ്ങളിലും അഡ്മിഷൻ പ്രോസസ്സ് വളരെ വൈകിയൊക്കെ നടന്നതുകൊണ്ട് പലപ്പോഴും അങ്ങനെ ഒരു മത്സരാധിഷ്ഠിതമായി കുട്ടികളെ കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ബാച്ചോടുകൂടി അതും പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷമുണ്ട്. ജേർണലിസം ഈ റാങ്കോ മാർക്കോ ഒന്നും കൊണ്ട് അടയാളപ്പെടുത്തുന്നതല്ല എന്നുള്ളത് ഇവിടെ ഇന്ന് ബിരുദം ഏറ്റുവാങ്ങുന്നവർ ഓർമ്മിക്കുക. ഞാൻ തുടക്കത്തിലെ നമ്മുടെ ഈ ബാച്ചിന്റെ ഉദ്ഘാടന സമയത്ത് ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു അത്. ഇവിടെ മാറ്റുരയ്ക്കപ്പെടുന്നത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത അടക്കമുള്ള കാര്യങ്ങളാണ്. മാധ്യമപ്രവർത്തനം തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന കാലത്ത് ഒരു പുതിയ ടീം മാധ്യമപ്രവർത്തന രംഗത്തേക്ക് ചുവടുവയ്ക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ജാഗ്രതയുള്ളവരായിരിക്കണം എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒപ്പം നമ്മുടെ ഈ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ ബിരുദദാന ചടങ്ങിനെ സവിശേഷമാക്കുന്ന മറ്റൊന്ന് E.A. ഫെർണാണ്ടസ് പുരസ്കാരമാണ്. അത് പ്രസ് ക്ലബിലെ മാത്രം ജേർണലിസം വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ്. നമ്മുടെ കുട്ടികൾ അവർ നൽകുന്ന ഒരു ടോപ്പിക് ശ്രീ E.A. ഫെർണാണ്ടസിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് പുരസ്കാരം. 15,000 രൂപ ഒന്നാം സ്ഥാനവും 5,000 രൂപ രണ്ടാം സ്ഥാനവും നൽകുന്ന ഒരു പുരസ്കാരം. അതിനകത്ത് കഴിഞ്ഞ വർഷം ഈ പൂവാർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു നൽകിയിരുന്ന ആ മത്സരത്തിലേക്ക് നൽകിയിരുന്നത്. അതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഈ റെഗുലർ ബാച്ചിലെ ചെറുപ്പക്കാരെ ഒക്കെ മറികടന്ന് നമ്മുടെ കണ്ടൻസ്ഡ് ജേർണലിസം ബാച്ചിലെ, അതായത് മുതിർന്നവർ ജോലിയൊക്കെ ഉള്ള ആളുകൾ നടത്തുന്ന ബാച്ചിലെ ഡോക്ടർ വിജയകുമാർ, അദ്ദേഹമാണ് ആ പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹം ഏകദേശം 70 അടുക്കുന്ന പ്രായമാണ്. നിയമത്തിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് പഠിക്കുക എന്നുള്ളത് ഒരു ശരിയാക്കി മാറ്റി LLM-ഉം MBA-യും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം ജേർണലിസം പഠിക്കാനെത്തി. ഈ ചെറുപ്പക്കാരോട് മത്സരിച്ച് അതിനകത്ത് വിജയം നേടിയെന്നുള്ളത് ഇത് അത്രമേൽ ഗൗരവത്തോടു കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോ പുതിയ ബാച്ചിനും പുതിയ E.A. ഫെർണാണ്ടസ് അവാർഡിന് വേണ്ടി അവരുടെ എൻട്രി ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അതോടൊപ്പം
ഞാനീ പറഞ്ഞത് ഈ ജേർണലിസം എന്ന് പറയുന്നത് ഒരു പാഷൻ എന്നുള്ള നിലയിൽ കാണുന്നവരെയും നമുക്ക് ഇവിടെ കാണാനാകുന്നുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ ബി എസ് വിജയകുമാറിനെ പോലെയുള്ള ആളുകൾ അത്തരത്തിൽ നമുക്ക് ഒരു വലിയ പ്രചോദനമായി മാറുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്ക് പ്രചോദനമായി മാറുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ വർഷം മുതൽ ഒരു പുരസ്കാരം കൂടി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. സോമശേഖരൻ സാറ് ശോഭയുടെ പേരിലുള്ള ഒരു മാധ്യമ പുരസ്കാരം ഏർപ്പെടുത്തി. അതോടൊപ്പം നമ്മുടെ പ്രസ് ക്ലബിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു പുരസ്കാരം കൂടി ഏർപ്പെടുത്തുന്നു എന്ന് അദ്ദേഹവും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇവിടെ നടക്കും. എന്തായാലും സന്തോഷമുള്ള നിമിഷം. ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് എന്നുള്ള സന്തോഷം മറ്റൊന്ന്, നിങ്ങൾ പഠിച്ച തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഗവേണിംഗ് ബോഡിയെ കഴിഞ്ഞ ഒരു വർഷക്കാലം നയിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം. നല്ല മാധ്യമ പ്രവർത്തകരായി, കരുത്തുള്ള മാധ്യമ പ്രവർത്തകരായി, സത്യസന്ധതയുള്ള മാധ്യമ പ്രവർത്തകരായി നിങ്ങൾ എല്ലാവരെയും നമുക്കിനി കളത്തിൽ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം. വേദിയിലുള്ള ശ്രീ എം രാധാകൃഷ്ണൻ, സെക്രട്ടറി, പ്രസ് ക്ലബിന്റെ സെക്രട്ടറി, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ പി ആർ പ്രവീൺ, പ്രസിഡന്റ് പ്രസ് ക്ലബ്, ഏറെ ബഹുമാനായ ശ്രീ കെ കുഞ്ഞകൃഷ്ണൻ സാറ്, വേദിയിലുള്ള ശ്രീ ഇ വിനീഷ്, ട്രഷറർ പ്രസ് ക്ലബിന്റെ, മറ്റ് വേദിയിലും സംസാരിച്ച ശ്രീ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പി വി മുരുകൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സ്നേഹിതരെ, ഒരു ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കിടക്കുന്നില്ല. നിങ്ങളെല്ലാം സംബന്ധിച്ച് വളരെ സന്തോഷം നിറഞ്ഞ ഒരു സദസ്സാണ്, വേദിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിൽ സമൂഹവും മറ്റൊരു സഹപ്രവർത്തകരുമെല്ലാം ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു പഠനമാണ് നിങ്ങൾ പൂർത്തിയാക്കിയത്. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന മറ്റ് കോഴ്സുകളിൽ ആ കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് അതിലൂടെ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ കഴിയുമെങ്കിലും ജേർണലിസം കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്നവരെ സംബന്ധിച്ച് ഒരു പ്രത്യേക അംഗീകാരം, പ്രത്യേക ശ്രദ്ധയാണ് സമൂഹം എപ്പോഴും കാട്ടുന്നത്. കാര്യമെന്താണ്? നിങ്ങളാണ് മാധ്യമങ്ങളിലെ ലേഖകരായോ മറ്റു പല ചുമതലകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നവർ. മാധ്യമങ്ങൾക്ക് സമൂഹത്തിലുള്ള ഒരു അംഗീകാരം, ഒരു ശ്രദ്ധ, പ്രത്യേക പരിഗണന മറ്റൊരു മേഖലയ്ക്കുമില്ല. ജനാധിപത്യ രാജ്യത്ത്, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കുന്ന ആരെ? മാധ്യമങ്ങളെയാണ്. അത് ആ മാധ്യമത്തിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ നിലപാടിനനുസരിച്ച് ശ്രദ്ധ കൂടുകയും കുറയുകയും ചെയ്യും. നിഷ്പക്ഷമായും സ്വതന്ത്രമായും വസ്തുതയുമെല്ലാം കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് പിന്തുണ കൊടുക്കും. വളച്ചൊടിച്ച് മാധ്യമങ്ങൾ ആ വിഷയത്തെ എത്തിക്കാൻ നിശ്ചയിച്ചാൽ ആളുകൾ മെല്ലെ മെല്ലെ വെറുക്കുന്നവരായി മാറും. ഏത് മേഖല, എങ്ങനെ ആകണമെന്ന് നിങ്ങൾ പഠിച്ച് പുറത്തിറങ്ങിയോണ്ട് നിങ്ങൾക്കറിയാം. ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നു. ഒരു വർഷത്തെ കോഴ്സിൽ എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം, ഏത് ദിശയിലാകണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം, എൻ്റെ പാർട്ടിക്ക് ആ പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസരിച്ചൊരു മാധ്യമം. സ്വാഭാവികമായും അത്തരം രാഷ്ട്രീയ മാധ്യമങ്ങൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടും കാഴ്ചപ്പാടിനും അത് ഹൈലൈറ്റ് ചെയ്യുന്ന വാർത്തകൾക്കായിരിക്കും പ്രാധാന്യം. അതിന്റെ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും ആ വാർത്തകൾക്കായിരിക്കും ഇഷ്ടപ്പെടുന്നതും ആവേശം കൊള്ളുന്നതും. എന്നാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി വലിയ ഒരു സമൂഹം നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകളെയാണ് ശ്രദ്ധിക്കുന്നത്. അത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്ന ലേഖകരായി മാറാൻ കഴിഞ്ഞാൽ എക്കാലവും നിങ്ങളെ വായനക്കാർ ഓർക്കുന്ന ഒന്നായി മാറാൻ കഴിയും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ, ചില വാർത്തകൾ
ഏത് മാധ്യമത്തിലൂടെ പുറത്തു വന്നാലും അത് തയ്യാറാക്കിയ ആളുകളെ എപ്പോഴും ഓർക്കാനും ശ്രദ്ധിക്കാനും കഴിയും. അത്തരം രീതികളിൽ നിങ്ങൾ ഇവിടെ സ്വാഭാവികമായിട്ടും പഠിച്ചു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യം അത് ഒപ്പിയെടുക്കാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ, അതിനനുസരിച്ച് ആ പ്രവർത്തനങ്ങൾ നടത്താൻ ആര് പരിശ്രമിച്ചാലും അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായി. അത് മന്ത്രിയായാലും ജനപ്രതിനിധിയായാലും ലേഖകനാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകനാണെങ്കിലും അല്ലെങ്കിൽ പല മേഖലകളിലുള്ള ആര് തന്നെയാണെങ്കിലും എത്രയോ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ പ്രവർത്തനം അർപ്പിതമായ പ്രവർത്തനം നടത്തുന്നവരെ നമ്മൾ നന്നായി ഓർമ്മിക്കുന്ന സാഹചര്യവും ഇപ്പോഴും ഉണ്ട്, എപ്പോഴും കാണും. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനങ്ങൾ അർപ്പണബോധത്തോടുകൂടി നമുക്ക് നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ വിജയത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല, അത് നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ്. എനിക്ക് ആകെ ഉള്ള ഒരു പ്രത്യേകത കൃത്യസമയത്ത് എത്തുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെല്ലാം നേരത്തെ എത്തിപ്പോകുന്നു, 5 മിനിറ്റിന് മുമ്പ് എത്തുന്ന മന്ത്രി എന്ന് പലപ്പോഴും പല യോഗങ്ങളിലെ സ്വാഗത പ്രസംഗത്തിൽ കേൾക്കാറുണ്ട്. 10-16 പൊതുപരിപാടികൾ ഉണ്ടെങ്കിലും ആ സമയം ക്രമീകരിച്ച് കറക്റ്റ് കറക്റ്റായിട്ട് പുറത്തു പോകുന്നതുകൊണ്ടാണ് അതിന് പങ്കെടുക്കാൻ പറ്റുന്നത്. ഈ പ്രസ് ക്ലബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാണ് ഞാൻ. പ്രസ് ക്ലബ് വിളിക്കുന്നത് ഫോണിലൂടെ പറഞ്ഞാൽ ഞാൻ വരുന്നത് അതുകൊണ്ടാണ്. അത് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് വരുന്നതെന്ന് നിങ്ങളാരും കരുതിക്കളയണ്ട. പ്രസ് ക്ലബ്ബ് വിളിച്ചാൽ, പ്രത്യേകിച്ച് രാധാകൃഷ്ണനും ടി വി മുരുകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ക്ലാസ്സിലെല്ലെങ്കിലും ഒരു കോളേജിൽ ഒരേ സമയത്ത് 2 ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചവരാണ്. അന്നുള്ള സൗഹൃദം പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിപരം